ഭഗവതി കൃഷി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് വെച്ചാൽ ഞാൻ ഈ ചാക്കിൽ നട്ട ചേനയുണ്ടല്ലോ, 2 ഐറ്റം ചേനയാണ് നട്ടിട്ടുള്ളത്. ഒരു ചാക്കിൽ 2 ചേനയാണ് നട്ടിട്ടുള്ളത്. ഈ ചേന എന്നാ ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് തോലും വെള്ളം എന്ന് വെച്ചാൽ ഇത് ചെരിഞ്ഞു പോയി, തോലെല്ലാം അങ്ങ് താണു പോയി. അതിന് വേണ്ടിയിട്ട് കുറച്ച് എല്ലുപൊടി, കുറച്ച് എല്ലുപൊടി, എല്ലുപൊടി ഇട്ടു. ഇത് വേണ്ട, എല്ലുപൊടി, തോല്, സീമക്കൊന്നേൻ്റെ തോല്, കുറേ പോട്ടി മിശ്രിതം, ഇതെല്ലാം കൂടി കൊടുക്കാനാണ്. കുറച്ച് ചാരം, ഇതെല്ലാം കൊടുക്കുന്നത്. ഇത് വേപ്പും പിണ്ണാക്കാണ് കേട്ടോ. അത് ഞാൻ എല്ലുപൊടി ഇട്ടു. ഇത് വേപ്പും പിണ്ണാക്ക് ഇട്ട് കൊടുക്കട്ടെ. എന്നാലേ നമുക്ക് കിഴങ്ങ് വീടും പോലെ കിട്ടൂലോ. നമ്മൾ ഈ നട്ടാൽ മാത്രം പോരല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പൊടി എടുക്കുന്നത്. എല്ലുപൊടി ഇട്ടു, വേപ്പും പിണ്ണാക്കും ഇട്ടു. ഇനിയിപ്പം ചാരമാണ് ഉള്ളത്. ഈ ചാരവും കൂടി ഇതിൻ്റെ അടിയിലേക്ക് കൂടി ഇട്ട് കൊടുക്കട്ടെ. എന്നിട്ട് വേണം ഇതിൻ്റെ അകത്ത് പോട്ടി മിശ്രിതം വയ്യ നിറക്കാൻ. തോല് നിറച്ചിട്ട് വേണം പോട്ടി മിശ്രിതം നിറക്കാൻ. തൽക്കാലം അതായി. ഇനിയിപ്പോൾ എന്താ വേണ്ടത് വെച്ചാൽ ഈ തോല് നിറച്ച് കൊടുക്കുക. 2 ഭാഗത്തും തോല് നിറച്ചിട്ട് ഇങ്ങനെ ഇതേപോലെ തോല് നിറച്ചിട്ട് കൊടുക്കുക. കണ്ടാ, ഇതേപോലെ തോല് നിറക്കുക. തോല് നിറച്ചിട്ട് കൊടുത്തിട്ട് വേണം ഇതിൻ്റെ അകത്ത് നിൽക്കാൻ. എന്നാലേ ഇവർക്ക് എണീറ്റ് നിൽക്കാനുള്ള സൗകര്യം ഉണ്ടാവുമല്ലോ. ഇതിപ്പം ഒടിഞ്ഞ് വീണ് പോവും, പൊരിഞ്ഞു പോവും. അല്ലാഞ്ഞാൽ നീളക്കനെയല്ലല്ലോ, അത്രയല്ലേ സ്ഥലമുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് വേണ്ട ഇതേപോലെ തോല് നിറച്ച് കൊടുക്കുക. എന്നിട്ട് വേണം ഇതേപോലെ നിറച്ച് കൊടുത്തിട്ട് ഒരുപാട് കൊള്ളൂല്ല കേട്ടോ, എല്ലാം അമ്മിഞ്ഞു പോയി. ഇത് വേണം ഇതിൻ്റെ അകത്ത് പോട്ടി മിശ്രിതം നിറച്ച് കൊടുക്കാൻ. 2ൻ്റെ അകത്തും നിറച്ച് കൊടുക്കട്ടെ. തോല് നിറച്ച് കൊടുക്കും. തോല് നല്ലപോലെ നിറച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്ത് പോട്ടി മിശ്രിതവും നിറക്കാം. അങ്ങനെയാണ് ഇത്. എന്നാലും ഇനി നല്ലോണം നന്നാവും. ഇപ്പം തന്നെ പൊടിച്ച് വരുമ്പം തന്നെ നല്ലോണം നന്നായിട്ട് നല്ലപോലെ വളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. തോലും വളവും നല്ലപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, കാണുന്നില്ലേ. ഇനിയിപ്പോൾ പോട്ടി മിശ്രിതം നിറച്ച് കൊടുത്താൽ ഇഷ്ടം പോലെയായി. ഇവിടെ പൊടിച്ച് വരുന്നുണ്ട് അത്ര, ഒന്ന് പൊടിച്ച് വരുന്നത്ര. പൊടിച്ച് വന്നിട്ട് നീണ്ടിട്ടില്ല ശരിക്ക്. കണ്ടാ, 2 ഭാഗത്തും നീണ്ടു വന്നില്ല. മറ്റേത് നല്ലപോലെ നീണ്ടു വന്നു, നല്ല ഉഷാറായിട്ട് വന്നു. കണ്ടില്ലേ, ഇതേപോലെ ഞാൻ നിറച്ചു, തോല് നിറച്ചു. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ പോട്ടി മിശ്രിതമാണ് വാരി നിറക്കാൻ പോകുന്നത്. പോട്ടി മിശ്രിതം കണ്ടില്ലേ, തോല് തേച്ചും ഇതിൻ്റെ ഉള്ളിൽ തന്നെ പോട്ടെ. കണ്ടില്ലേ. ഇനിയിപ്പോൾ ഇത് ഞാൻ വാരി നിറക്കട്ടെ. പോട്ടി മിശ്രിതമാണ്, ഇത് വാരി നിറക്കട്ടെ. ഇതും കൂടി ഇതിൽ നിറച്ച് കൊടുത്താലേ ഇത് അവിടെ നിൽക്കൂലൂ. അതാണ് തോല് മേലെ നിറക്കാൻ വെച്ചാൽ ഇതിൻ്റെ അടിയിൽ ഉറക്കണം. അതുകൊണ്ട് ആണ് ഞാൻ തോല് മേലെ ആക്കാൻ. ഇനി കണ്ടാ, ഇതേപോലെ നിറച്ച് കൊടുത്താൽ ചേന മേലെയാ ഉള്ളത്. അതുകൊണ്ടാണ് ഞാനിപ്പം വേഗം നിറച്ച് കൊടുക്കാൻ പോകുന്നത്. അപ്പുറത്ത് ഒന്നും കൂടി ഉണ്ട്, അതിനും കൂടി നിറച്ച് കൊടുക്കേണ്ടതാണ്. ഇനിയിപ്പോൾ അതിനൊന്നും നടക്കില്ല, ഇത് മാത്രം നിറച്ച് കൊടുക്കുക. ഇപ്പം കണ്ടില്ലേ, ഇതേപോലെ നിറച്ചു പോട്ടി മിശ്രിതം നിറച്ച് കൊടുത്ത് നല്ലപോലെ ഉഷാറായിട്ട് വരട്ടെ. കണ്ടാ, ഇത് അങ്ങനെ നിറഞ്ഞാൽ മാത്രം, അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇതൊരു നിൽക്കൂല, വേര് കുത്തോട്ട് ചാടൂല, ഇങ്ങോട്ട് പൊരിഞ്ഞു പോവും. അതാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇത് പൊടിച്ച് വന്നിട്ടില്ല, അതുകൊണ്ട് അങ്ങനെ തിരിയുന്നില്ല. ശരിക്കും പൊടിച്ച് വന്നിനേ ഉള്ളൂ. ഇതിൻ്റെ അകത്താണ് ഇപ്പം നല്ലപോലെ നിറക്കേണ്ടത്. കണ്ടാ, കണ്ടില്ലേ, ഇതേപോലെ നിറച്ച് കൊടുത്തു. നല്ലോണം നിറച്ചിട്ട് അവിടെ ഉറപ്പിക്കട്ടെ. എന്നാലേ ചേന കീഞ്ഞ് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ അകത്ത് നല്ലപോലെ ഇട്ട് കൊടുക്കണം. ഉണ്ടല്ലേ, ഇതേപോലെ നിറച്ച് ഇട്ട് കൊടുത്ത് കണ്ടാ, നല്ലപോലെ ഇട്ട് കൊടുക്കുക. ഇനിയിപ്പം എന്നാ വേണ്ട വെച്ചാൽ മീനും കൂടി ഇട്ട് കൊടുത്ത് ഇല്ലേ. അത് കുറച്ചും കൂടി എടുക്കട്ടെ, അത് കഴിഞ്ഞു പോയി. അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി എടുത്ത് കൊടുക്കട്ടെ. ഇത് കണ്ടില്ലേ, ഇനി ഇതിൻ്റെ അകത്ത് കൂടി നിറച്ച് കൊടുക്കട്ടെ. ഇതും കൂടി നിറച്ചാൽ മാത്രമേ ഇതിൽ നിൽക്കൂ കിട്ടൂ, അല്ലെങ്കിൽ ഇതൊന്ന് ഇണ്ട് കെട്ടി വീണ് പോകും. നമുക്ക് വേണ്ടുന്നതിൽ നിറച്ച് കൊടുക്കാം. ചേന വണ്ണം വെക്കുമ്പോൾ പൊന്തി വരും, അതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ നല്ലോണം നിറച്ച് കൊടുക്കും. ചേനയല്ലേ, ഒരുപാട് വണ്ണം വെക്കും. കണ്ടില്ലേ, ഇന്നും ഒരിക്കലും കൂടി നിറച്ച് കൊടുക്കണം, എന്നാലേ ഇതിൽ നിൽക്കൂ, നിന്ന് കിട്ടൂലോ. മറ്റേ ചാക്കിലിടുമ്പോലെയല്ല ഇതിങ്ങനെയാണ്. ഇതിങ്ങനെയാകുമ്പോൾ നല്ലപോലെ വേണം, നിറയണം. 4 ഭാഗത്തേക്ക് പോകേണ്ടതല്ലേ, അതാണ്.
ഉണ്ടല്ലേ, ഇതാ കണ്ടല്ലോ. ഇതേപോലെ നിറച്ച് കൊടുക്കുക. ഉണ്ടല്ലേ, ഇതേപോലെ നിറച്ചിട്ട് നമ്മൾ തിങ്ങി നിറച്ച് കൊടുക്കണം. നിറച്ചിട്ട് കൊടുക്കണം. ഉണ്ടല്ലേ, എന്നാലേ ഇതിവിടെ നിൽക്കൂലൂ. അല്ലെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആടെ 2 കൂടി ഉണ്ട്, അതും കൂടി ആക്കണത്രേ. നോക്കാം, അത് പിന്നെ ഒരു ദിവസം എടുക്കാം. ഇപ്പം അതൊന്നും നടക്കൂല. ഇത് കണ്ടല്ലോ, എല്ലാവരും ഇതുപോലെ നമ്മളെ വീട്ടിൽ വെച്ച് നട്ടുണ്ടാക്കിയിട്ട് ചേനയും ചേമ്പും എല്ലാം നമുക്ക് നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് എല്ലാവരും പരിശ്രമിക്കുക. എനിക്ക് പറയാനുള്ളത് നിങ്ങളോട് അതാണ്. എല്ലാവരും എന്നാ വേണ്ട വെച്ചാൽ എൻ്റെ ലൈക്ക് ഹൈപ്പ് ഇതെല്ലാം നിങ്ങൾ ചെയ്യണം. വീഡിയോ കൃത്യമായിട്ട് കാണണം. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചു തരുന്നത്. ഇല്ലെങ്കിൽ എനിക്ക് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് ചെയ്യുന്ന ആൾ ചെയ്തോട്ട് നമുക്ക് ആവുന്നത്ര നമ്മൾ സഹായിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇനും പയ്യന്നെ നടക്കുന്നത്. അതുകൊണ്ട് വളരെ കഷ്ടപ്പാട്. ഈ മഴക്കൊന്നും എടുക്കാൻ പറ്റുന്നില്ല. പിന്നെ എങ്ങനെയും അങ്ങ് എടുത്ത് പോക്കാൻ എന്താ. ഇനിയിപ്പം നല്ലോണം ഉഷാറായിക്കോളൂ. ഉഷാറായിച്ചാൽ ചേമ്പ് കണ്ടില്ലേ, ആ ചേമ്പ് വളർന്നു തുടങ്ങിയില്ലേ, നോക്കണം. അതേപോലെ ആ ചേനി 2 ചേനയും കൂടി ഇട്ട് നടാൻ. ഇന്നിപ്പോൾ അത് നടക്കില്ല. ഇനിയിപ്പോൾ ഇത്തിരി ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം. എല്ലാവരും എൻ്റെ വീഡിയോ കൊണ്ട് സപ്പോർട്ട് തരുക. നിങ്ങൾക്ക് ഞാൻ എപ്പോൾ ഞാൻ നല്ല നല്ല വീഡിയോസുമായിട്ട് എപ്പോൾ ഞാൻ വരും. കണ്ടിട്ട് സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇനി വരാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ എനിക്ക് വരാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നന്ദി, നമസ്കാരം, ഗുഡ് ബൈ, ഓക്കെ.